ഞാൻ ഈ രണ്ടാമത്തെ പ്രോബ്ലം എഴുതി വന്നിട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് റെക്കോർഡായി ഉണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് ഇനിയിപ്പോൾ ആദ്യം മുതലൊന്ന് പറയാം. കുറച്ചും കൂടി ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എന്താണെന്നുള്ളതൊന്ന് പറയാം. അത് മൊത്തം പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറയാം. An air refrigerator works between the pressure limits of 1 bar and 5 bar. The temperature of the air entering the compressor and expansion cylinder are 10 degrees Celsius and 25 degrees Celsius respectively. The expansion and compression follow the law PV to the power of 1.3 which is equal to constant. Find the following. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത് എന്താ? An air refrigerator works between the pressure limits of 1 bar. നമ്മുടെ പി വി ഡയഗ്രത്തിൽ 2 പ്രഷറുകൾ സ്റ്റാർട്ടിങ് പ്രഷറും അതായത് P1 P2 തന്നിട്ടുണ്ട്. ദ ടെമ്പറേച്ചർ ഓഫ് എയർ എൻറ്ററിങ് T1 തന്നിട്ടുണ്ട് 10 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 25 ഡിഗ്രി സെൽഷ്യസ്. ഏത് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പ്രഷർ കൂളിങ് കഴിഞ്ഞിട്ട് ആ പുറത്തേക്ക് കടക്കുക ആ സമയത്തുള്ള എക്സ്പാൻഷന് ശേഷമുള്ളത്. ഐസെൻട്രോപിക് എക്സ്പാൻഷൻ അല്ല, കോൺസ്റ്റൻറ്റ് പ്രഷർ കൂളിങ്ങിന് ശേഷമുള്ള T3 അത് തന്നിട്ടുണ്ട്. The expansion and compression follow the law PV to the power of 1.3 which is equal to constant. അതായത് n is equal to 1.3. അപ്പോൾ എന്നും ഗാമയും ഡിഫറൻ്റ് ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിട്ടുള്ളത് തിയററ്റിക്കൽ COP ഓഫ് ദ റെഫ്രിജറേറ്റിംഗ് സൈക്കിൾ COP കണ്ടുപിടിക്കണം. ഓക്കെ, അടുത്ത എന്താ? ഇഫ് ദ ലോഡ് ഓൺ ദ റെഫ്രിജറേറ്റിംഗ് മെഷീൻ ഈസ് 10 TR. അപ്പോൾ ഇവിടുത്തെ ലോഡ് റെഫ്രിജറേറ്റിംഗ് മെഷീൻ്റെ ലോഡ് Q is equal to 10 TR നമുക്ക് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് എയർ സർക്കുലേറ്റഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 TR ആണെന്നുണ്ടെങ്കിൽ 10 TR ഓഫ് ഇത് ആവശ്യമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് എമൗണ്ട് ഓഫ് എയർ സർക്കുലേറ്റഡ്, അത് എത്രയും ഹീറ്റ് എക്സ്ട്രാക്ഷൻ നടക്കാൻ വേണ്ട എമൗണ്ട് ഓഫ് എയർ എത്രമാത്രമാണ് സർക്കുലേറ്റ് ചെയ്യുന്നത് പെർ മിനിറ്റിൽ ഉള്ളത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ത്രൂ ദ സിസ്റ്റം അസ്യൂമിങ് ദാറ്റ്. അപ്പോൾ ആ കണ്ടീഷൻ അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വൽ COP ഈസ് 50% ഓഫ് ദ തിയററ്റിക്കൽ COP. നമ്മളിപ്പോൾ ഒരു തിയററ്റിക്കൽ COP നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻസൊക്കെ വെച്ചിട്ട് ഈ ഇക്വേഷൻസൊക്കെ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നതിൻ്റെ 50% ആയിരിക്കും. ദ സ്ട്രോക്ക് ലെങ്ത് ആൻഡ് പിസ്റ്റൺ ഡയമീറ്റർ ഓഫ് ദ സിംഗിൾ ആക്ടിംഗ് കംപ്രസർ ഇഫ് ദ കംപ്രസർ റൺസ് അറ്റ് സ്ട്രോക്ക് ലെങ്ത്തും പിസ്റ്റൺ ഡയമീറ്ററും കണ്ടുപിടിക്കണം ഓഫ് ദ സിംഗിൾ ആക്ടിംഗ് കംപ്രസർ ഇഫ് ദ കംപ്രസർ റൺസ് അറ്റ് 300 RPM. N is equal to 300 RPM and the volumetric efficiency is 85%. 85% വോളിമെട്രിക് എഫിഷ്യൻസി 85% ആണെന്നുണ്ടെങ്കിൽ അത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഗിവൺ ടേക്ക് L/D is equal to 1.5, CP തന്നിട്ടുണ്ട് 1.005, CV തന്നിട്ടുണ്ട് 0.71. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഒരു ചെറിയ ഇതുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്ത സെയിം ഇക്വേഷൻസ് ഇപ്പോൾ ഒരു T2 T3 നമുക്ക് T1 അറിയാം, T3 അറിയാം. അപ്പോൾ T2 T4 നമ്മളുടെ ആ ഇക്വേഷൻസ് T2/T1 ഇപ്പോൾ ഇവിടെ കൊടുത്ത ഇക്വേഷൻ അല്ലേ, T3/T4 is equal to P3/P4 to the power of 1 divided by n minus 1 divided by n എന്ന് പറയുന്ന ആ ഇക്വേഷൻ. ആ സെയിം ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മളിത് കണ്ടുപിടിക്കണം T4ഉം T2ഉം. എന്നിട്ട് നമുക്ക് ഈ ഇതിൽ കൊടുത്തിട്ട് ചെയ്യാം, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഗാമ ഈസ് ഈക്വൽ ടു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗാമ ഈസ് ഈക്വൽ ടു CP/CV ഈസ് ഈക്വൽ ടു ഗാമ അത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമുക്കിവിടെ തന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ 2-3 മെത്തേഡുകളാണ് പറയുന്നത്. ഇപ്പോൾ പല ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ ഇതിനെ കുറേ ഇലാബറേറ്റ് ചെയ്തിട്ട് പലതരത്തിൽ എഴുതാം, ഡിഫറെൻ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ ഞാനത് അപ്പുറത്തെ പേജിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനത് പറയുന്ന കണക്ക് ചെയ്തു പോയപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ രണ്ടാമതൊന്നും കൂടി പറയാം. അപ്പോൾ ഞാനിവിടെ വാല്യൂസ് എല്ലാം എഴുതിയിട്ടുണ്ട്. P1 P4 T1 P2 P3 ഇത് വേണം. P1 is equal to P4 ആണ്, അത് 1 bar. P2 is equal to P3 ആണ്, 5 bar. കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സുകളാണ്. T1 സ്റ്റാർട്ടിങ്ങിലുള്ള ടെമ്പറേച്ചർ, ഇത് ആഫ്റ്റർ കൂളിംഗ് T3 അത് കോൺസ്റ്റൻറ്റ് പ്രഷർ കൂളിങ്ങിന് ശേഷമുള്ളത്. പിന്നെ അത് Q തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആക്ച്വൽ COP N എന്താണെന്നറിയാം. ആക്ച്വൽ COP 50% ഓഫ് തിയററ്റിക്കൽ COP. പിന്നെ ഇത് സ്മോൾ ലെറ്റർ N PV2 എന്നാണ് ഐസെൻട്രോപിക്കിൻ്റെ. ഇത് N RPM 300 RPM. അത് കഴിഞ്ഞിട്ട് വോളിമെട്രിക് എഫിഷ്യൻസി തന്നിട്ടുണ്ട്. L/D 1.5 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ CP/CV. അപ്പോൾ ഞാനിവിടെ എഴുതി. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ഇവിടെ CP × T1 - T4 divided by n - 1 divided by n divided by n - 1 into gamma - 1 divided by gamma നിങ്ങൾക്ക് എഴുതി ചെയ്യാം. ഓക്കെ, അത് തെറ്റൊന്നുമില്ല, അത് സെയിം ഉത്തരങ്ങളൊക്കെ സെയിം തന്നെയാണ് വരേണ്ടത്. വേണമെങ്കിൽ പോയിൻറ്റ്സിൽ മൈന്യൂട്ടായിട്ട് ചെറിയ ഡിഫറൻസ് വരാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാം. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. 1.81 അങ്ങനെ എന്തെങ്കിലും ഉത്തരം വരും. നമുക്കിവിടെ ആൻസർ 1.79 എന്നുള്ള ആൻസറാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എഴുതുമ്പോൾ നമുക്ക് T1 അറിയാം,
സി പി നമുക്ക് തന്നിട്ടുണ്ട്, ആറ് നമുക്ക് കണ്ടുപിടിക്കാം, CP/CV നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്യാപിറ്റൽ ലെറ്റർ ആറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CP-CV അവിടെ എഴുതിയിട്ടുണ്ട്. CP-CV ആണ് ക്യാപിറ്റൽ ആറ്, മറ്റേ ഗാമയാണ് CP/CV. അപ്പോൾ ഈ ആറ് ഇവിടെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ഇതിവിടെ നമുക്കിവിടെ എഴുതാം 0.295 എന്ന് ഇതിവിടെ കിട്ടും. പിന്നെ നമുക്ക് അറിയേണ്ടത് T2 അറിയണം, T4 അറിയണം. അപ്പോൾ അത് നമ്മൾക്ക് നേരത്തെ അറിയണം, വി നോ ദാറ്റ്. നമുക്ക് ഇക്വേഷൻ T2/T1 which is equal to P2/P1 to the power of n minus 1 divided by n which is equal to, അത് നമുക്കറിയുന്ന എല്ലാ ടേമുകളും അതിലേക്ക് എഴുതാം. T2 എത്രയാണ് അറിയില്ല, T1 നമുക്കറിയാം, P2 നമുക്കറിയാം, P1 നമുക്കറിയാം, 5 1. അപ്പോൾ അതെല്ലാം എടുത്ത് എഴുതിയിട്ട് നമ്മൾ അത് സോൾവ് ചെയ്തു. ഈ ഇതിലെല്ലാം കൊടുത്ത് നമുക്ക് T2 is equal to 410 into 2.8 kilonewton Kelvin. T2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ നമുക്ക് കിട്ടി. ഐസെൻട്രോപ്പിക് എക്സ്പാൻഷന് ശേഷം, ഐസെൻട്രോപ്പിക് കംപ്രഷന് ശേഷമുള്ള ടെമ്പറേച്ചർ. അപ്പോൾ T1 നിന്ന് കൂടിയിട്ട് 410. അപ്പോൾ T1 നമ്മുടെ എത്രയായിരുന്നു, T1 10 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 410 സെൽഷ്യസ് ആക്കിയിട്ടാണ്. പിന്നെ നമ്മളതിനെ T3 എത്രയാണെന്ന് കണ്ടുപിടിക്കും, T3. അപ്പോൾ ഇത് T3 എത്രയാണ്, T3. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ T3/T4 അതിൽ നമുക്ക് ഏതറിയാം, T3 നമുക്കറിയാം. T3 നമുക്ക് തന്നിട്ടുണ്ട് 298 എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് P3 അറിയാം, P4 അറിയാം. ഈ PV ഡയഗ്രത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് വെച്ച് നമ്മൾ P3/P4 കൊടുക്കും, T3/T4 T3യുടെ വാല്യൂ കൊടുക്കും, T4 കണ്ടുപിടിക്കും 205 205.5 കെൽവിൻ. ഓക്കെ, നമുക്കത് കിട്ടി. നമ്മൾ COP കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ CP/T1 - T4 ഡിവൈഡഡ് ബൈ എന്നുള്ള ഇക്വേഷൻ നേരിട്ട് കൊടുത്തിട്ട് നമ്മൾ ഉത്തരം എഴുതും. നമ്മളിതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യും. 1.005 CP/T1 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. T4 എന്ന് പറയുന്നത് 205 into 205.5 കെൽവിൻ, അതെഴുതി. പിന്നെ n/n-1 1.3 ഡിവൈഡ് ബൈ 1.3 - 1 ഇൻറ്റു R എന്ന് പറയുന്നത് 0.295 CP-CV കൊടുത്തു, 0.295 അത് കൊടുത്തു, ഇൻറ്റു പിന്നെ ഇവിടെ T2 - T1 അതെഴുതി. T2 - T1 എത്രയാണ്, നമ്മളുടെ T2 ഇവിടെ ഉള്ളത്, T2 നമ്മൾ കണ്ടുപിടിച്ചത് 410, T1 നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് 283, പിന്നെ T3 - T4 T3 നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് 298, T4 നമ്മൾ കണ്ടുപിടിച്ചത്. അത് കൊടുത്തിട്ട് നമ്മൾക്ക് COP എത്രയാണെന്നുള്ളത് കിട്ടും. നമ്മൾ ഈ പറഞ്ഞ ടേം ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ട് ഇതെല്ലാം എഴുതും. 1.005 CP, പിന്നെ T1 ഇത് T4 ഡിവൈഡ് ബൈ എന്നിൻ്റെ വാല്യൂ 1.3, പിന്നെ ആറിൻ്റെ വാല്യൂ CP-CV അത് കൊടുത്തു, ഇൻറ്റു T2ൻ്റെ വാല്യൂ, T1ൻ്റെ വാല്യൂ. അതിൽ നമ്മൾ T2 നമ്മൾ കണ്ടുപിടിച്ചതാണ്, T1 നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്, പിന്നെ അത് T3 നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്, T4 നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത് അത് കൊടുത്തു. നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒപ്പം എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പം നമ്മൾ ഇപ്പം നിങ്ങളോട് പറയാണ് ഇതിപ്പോൾ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ, ഇതാണ് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ, ശരിയല്ലേ? ഇതാണ് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സ്, ഇതാണ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ, ഇത് ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്സ്, ഇത് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സ്, ശരിയല്ലേ? അപ്പോൾ ഈ നമ്മളോടിപ്പോൾ പറയുകയാണ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്സിലുണ്ടായ വർക്ക് ഡൺ ഡ്യൂറിങ്, ഫൈൻഡ് ഔട്ട് ദ വർക്ക് ഡൺ ഡ്യൂറിങ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ, ആൾസോ ഫൈൻഡ് ഔട്ട് ദ വർക്ക് ഡൺ ഡ്യൂറിങ് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മളിപ്പോൾ ഇത് ഇവിടെ എഴുതിയിട്ടുള്ളതല്ലേ, ഇതാണ് നെറ്റ് വർക്ക് ഡൺ. നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒന്ന് എഴുതട്ടെ. നെറ്റ് വർക്ക് ഡൺ ഇവിടെ എഴുതാം. നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, which is equal to work done 1 2 minus work done 3 4. ഇതാണ് നെറ്റ് വർക്ക് ഡൺ അല്ലേ? അപ്പോൾ നിങ്ങളോടിപ്പോൾ ഒരു ചോദ്യത്തിൽ, ഇപ്പോൾ വേറൊരു പ്രോബ്ലത്തിൽ അവർ ചോദിക്കാം എന്താണ് നെറ്റ് വർക്ക് ഡൺ എന്നും കൂടി നിങ്ങൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? ഇത്രേ ഉള്ളൂ. ഇവിടെ തന്ന് ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. n/n-1 into R into T2 - T1 ആണ് വർക്ക് 1 2 അല്ലേ? അതേപോലെ വർക്ക് 3 4 n/n-1 R into T3 - T4 അതാണ് വർക്ക് 3 4.
അപ്പോൾ അത് ജസ്റ്റ് അത് ഓരോ പ്രോബ്ലങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാ പ്രോബ്ലവും നമ്മൾ ചെയ്യണില്ല, പകരം കുറേ എല്ലാം വരുന്ന കുറച്ച് പ്രോബ്ലംസ് എടുത്ത് ചെയ്യുക, പിന്നെ നമ്മൾ കുറച്ച് റെഫർ ചെയ്യാം. അപ്പോൾ നമുക്ക് COP കിട്ടി. COP എന്താ 1.79 കിട്ടി. അപ്പോൾ നിങ്ങൾ വേറൊരു മെത്തേഡ് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ 1.8 1.81 അങ്ങനെയൊക്കെ വരാം, അത് കുഴപ്പമില്ല, ചെറിയൊരു വ്യത്യാസമാണ്. ഇനി എമൗണ്ട് ഓഫ് എയർ സർക്കുലേറ്റഡ് എമൗണ്ട് ഓഫ് എയർ സർക്കുലേറ്റഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ മാസ് ഓഫ് എയർ എത്ര കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 210 × Q / ഹീറ്റ് എക്സ്ട്രാക്റ്റഡ്. അപ്പോൾ Q നമുക്ക് തന്നിട്ടുണ്ട്, 10 TR നമുക്ക് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലുള്ള ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് നമുക്ക് കാണണം. ഹീറ്റ് എക്സ്ട്രാക്റ്റഡിൻ്റെ ഇക്വേഷനാണ് എന്ത് CP × T1 - T4. CP നമുക്ക് തന്നിട്ടുണ്ട്, T1 നമുക്ക് തന്നിട്ടുണ്ട്, T4 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ 1.005 × 283 - 205 × 205.5 ഇത് നമ്മൾ കണ്ടുപിടിച്ചു. 77.89 കിലോ ജൂളാണ് ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് അതോടൊപ്പം തന്നെ അതിൽ ഒരു കണ്ടീഷനും കൂടി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പേപ്പർ ഇതിൻ്റെ ചോദ്യത്തിലൊരു കണ്ടീഷനും കൂടി ഉണ്ട്. വെൻ ആക്ച്വൽ COP ഈസ് 50% ഓഫ് ദ തിയററ്റിക്കൽ COP. അപ്പോൾ ആക്ച്വൽ COP എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തിയററ്റിക്കൽ COP ഇവിടെ കണ്ടുപിടിച്ചു 1.79. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു പറയുകയാണ്, ഇപ്പോൾ ആക്ച്വലായിട്ടുള്ള കണ്ടീഷനിൽ അത് COP എന്ന് പറയുന്നത് അതിന് 50% മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ റെഫ്രിജറേഷൻ എഫക്റ്റിൽ ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ, ആ ഫ്രിഡ്ജിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുക്കാൻ അതിന് കഴിയുന്നത് 50% മാത്രമാണ്. നമ്മൾ കണ്ടുപിടിച്ചതിൻ്റെ 50% ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് എത്രയാണോ അതിൻ്റെ പകുതി മാത്രമേ അതിന് ശരിക്കും വലിച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് 50% ആയതുകൊണ്ട് 50% ഓഫ് തിയററ്റിക്കൽ COP ആയതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ 50% എടുക്കും. 77.89 50% 38.94 എടുത്തു. അപ്പോൾ MA = 210 × Q10 അത് നേരെ കൊടുത്താൽ മതി, ഡിവൈഡഡ് ബൈ ഹീറ്റ് എക്സ്ട്രാക്റ്റഡ്. അത് ഈ ഒരു കണ്ടീഷൻ വന്നതുകൊണ്ടാണ് ഇവിടെ 38 ആയത്. അല്ലെങ്കിൽ നമ്മൾ 77.89 തന്നെയായിരുന്നു എഴുതേണ്ടിരുന്നത്. നമുക്ക് എന്നിട്ട് 53.92 kg/min. ഇതെന്താ, മാസ് ഓഫ് എയർ ആണ്. അപ്പോൾ അത് കിലോഗ്രാമാണ് കേട്ടോ, kg/min. ഇപ്പോൾ ഇതിൽ നമ്മൾക്ക് ഇക്വേഷൻസ് എഴുതാം. നമുക്കിപ്പോൾ മാസ് ഓഫ് എയർ എത്രയാണെന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. മാസ് ഓഫ് എയർ 53.92 kg/min ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇതിലുള്ള ഒരു ഇക്വേഷൻ ഏത് നമുക്കെന്താ അറിയാം, PV = mRT, അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്കറിയില്ലേ, ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒന്നാമത്തെ ഇപ്പോൾ നമ്മളുടെ PV ഡയഗ്രാം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, ഇതല്ലേ നമ്മുടെ PV ഡയഗ്രാം 1 2 3 4 ഇതാണ് നമ്മുടെ PV ഡയഗ്രാം. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഈ ഹീറ്റ് മാസ് ഓഫ് എയർ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ആദ്യം, എന്നിട്ട് അതിനെയാണ് ഇവിടെ കംപ്രസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തായിരിക്കും, അപ്പോൾ T1 ഓക്കെ, P1 നമുക്കറിയാം, R നമുക്കറിയാം, മാസ് ഓഫ് എയർ എക്സ്ട്രാക്റ്റഡ് പെർ മിനിറ്റ് നമ്മൾ 53.92 kg/min ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വോളിയം എത്രയാണെന്ന് കിട്ടില്ലേ, ഇവിടുത്തെ വോളിയം എത്രയാണെന്ന് കിട്ടില്ലേ കംപ്രസറിൻ്റെ. ഇതാണ് കംപ്രഷൻ നടക്കുന്നത്, കംപ്രസർ കേട്ടോ, ഈ ഭാഗത്താണ് കംപ്രഷൻ നടക്കുന്നത്, ഐസെൻട്രോപിക് കംപ്രഷൻ നടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ കംപ്രസർ വെച്ചിട്ട് നടക്കുന്ന ഭാഗത്ത് V1 നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്താ, V1 = MART1 ഡിവൈഡഡ് ബൈ P1. അപ്പോൾ നമ്മൾ എന്താ എന്ത് എഴുതാം, 53.92. R നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ത്, 0.295 kJ/kg. ഓക്കെ, 0.295 kJ/kg ഇൻറ്റു T1 നമുക്കറിയാം. T1 എത്രയാണ്, നമ്മുടെ 283 Kelvin ഡിവൈഡഡ് ബൈ ഇത് എത്രയായിരുന്നു, P1 = 1 bar. അപ്പോൾ അവിടെ ഇത് ഒരു വ്യത്യാസമുള്ളത് 1 bar എന്ന് എഴുതാൻ പറ്റില്ല, വോളിയം അല്ലേ 1 bar. നമുക്കെന്ത് ചെയ്യണം, അതിനെ പാസ്കൽ Nm/m² ആക്കണം. അപ്പോൾ ബാറിനെ Nm/m² ആകുമ്പോൾ ഇൻറ്റു 10⁵. അപ്പോൾ ഇത് 10⁵ ഇവിടെ നമ്മൾ കൊടുത്തു. അപ്പോൾ ഇവിടെ വേറെ ഒരു പ്രശ്നമുണ്ട്, ഇതെന്താ, ഇത് kJ/kg കെൽവിനാണ്, ജൂളല്ലേ, അത് കിലോ ജൂളിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, നോർമൽ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇൻറ്റു 1000 കൂടി ഇവിടെ എഴുതി, ശരിയല്ലേ. ഇതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 1000 എഴുതിയിട്ടുള്ളത്, ഇത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അത് എത്രയാണ് നമുക്ക് നോക്കാം. അപ്പോൾ 53.92 × 0.95 83 × 1000 45. That is volume is equal to
45 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആണ്. ഒരു മിനിറ്റിലുള്ളതാണ് 45 മീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്ക് വോളിയം കിട്ടി. ഇനിയിപ്പോൾ വോളിയം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെങ്ത്തും ഡയമീറ്ററൊക്കെ കണ്ടുപിടിച്ചുകൂടെ? നമുക്ക് രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. n തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതൊരു ഇക്വേഷൻ. ഇനി ആ വോളിയം വി നോ ദാറ്റ് വോളിയം വിച്ച് ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു RPM ഇൻറ്റു വോളിയോമെട്രിക് എഫിഷ്യൻസി. അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ ഇതിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് ഇവിടെ നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ V ഈസ് ഈക്വൽ ടു ഏരിയ എത്രയാണ്? നമ്മളിവിടെ π/4 d² ഇൻറ്റു L. ഇതിൽ ഇതല്ല, ഇത് ഞാൻ എഴുതിയത് തെറ്റിയുണ്ട്. ശരിക്കും പറയാം, നമുക്കിവിടെ തന്നിട്ടുള്ള എന്താ, ഇവിടെ തന്നെ എഴുതാം. ഇവിടെ എഴുതാം എന്താ, വോളിയോമെട്രിക് എഫിഷ്യൻസിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിൻ്റെ ഡെറിവേഷൻ വെച്ചിട്ട് അത് എഴുതിയില്ല. വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ വോളിയം അല്ലേ ഡിവൈഡ് ബൈ തിയററ്റിക്കൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രമാണോ എനിക്ക് വോളിയം വലിച്ചെടുക്കാൻ പറ്റണത്, അതും എനിക്ക് എത്രമാത്രമായിരുന്നു അതിൽ എടുക്കേണ്ടിയിരുന്നത്. മീൻസ് തിയററ്റിക്കലി എനിക്ക് എടുക്കാൻ കഴിയുന്നതും എന്നാൽ എനിക്ക് ആക്ച്വൽ കണ്ടീഷനിൽ എടുക്കാൻ പറ്റിയതും. ആ രണ്ട് വോളിയം തമ്മിലുള്ള റേഷ്യോ ആണ് വോളിയോമെട്രിക് എഫിഷ്യൻസി. നമ്മൾ ആ എഞ്ചിൻ്റെ ഇതിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എഞ്ചിൻ്റെ ഇതിലൊക്കെ വോളിയോമെട്രിക് എഫിഷ്യൻസിയുടെ തെർമോഡൈനാമിക്സിൻ്റെ ആദ്യം എഞ്ചിൻ്റെ ഭാഗം വരുന്നിടത്ത്. അപ്പോൾ അതാണ് വോളിയോമെട്രിക് എഫിഷ്യൻസി. അപ്പോൾ ഇതിലിപ്പോൾ ഇവിടെ ഇതിപ്പോൾ എത്ര ആക്ച്വൽ വോളിയമാണ് നമുക്ക് കിട്ടിയത്, ശരിയല്ലേ? ആക്ച്വൽ വോളിയം നമുക്ക് കിട്ടിയിട്ടുണ്ട് 45 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ തിയററ്റിക്കൽ വോളിയമാണുള്ളത്. തിയററ്റിക്കൽ വോളിയം എന്ന് പറയുമ്പോൾ എന്താ, തിയററ്റിക്കൽ വോളിയം എന്തായിരിക്കും? നമുക്കിവിടെ അറിയാം, D തന്നിട്ടുണ്ട്, L തന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു π/4 d² അല്ലേ, ഇൻറ്റു L. അപ്പോൾ അത് വോളിയായില്ലേ, ഇൻറ്റു വോളിയായി. നമുക്കിവിടെ തന്നിട്ടുള്ള എന്താ, 45 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആണ് അല്ലേ. അതിൻ്റെ കൂടെ അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, π/4 d² ഇൻറ്റു L ഇൻറ്റു n കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആയില്ലേ. അപ്പോൾ ഒരു മിനിറ്റിൽ എത്രമാത്രമാണ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇത്രയും ഒരു RPM ഇത്ര നടക്കുന്നുണ്ടെങ്കിൽ പെർ RPM എത്ര ഉണ്ടെന്ന് അറിയണമെന്ന് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ പോരെ. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെർ മിനിറ്റായി. ഇതും രണ്ടും പെർ മിനിറ്റ് ആക്കണ്ടേ. ഇത് 45 മീറ്റർ ക്യൂബ് പെർ മിനിറ്റാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ പെർ മിനിറ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് RPM തന്നിട്ടുള്ളതിനെ അതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. RPM എത്രയായിരുന്നു, നമുക്ക് 300 നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വി നോ ദാറ്റ്, ഇതാണ് നമ്മുടെ വി നോ ദാറ്റ്. നമ്മൾ ഈ കൺസെപ്റ്റ് ഇവിടെ മനസ്സിലാക്കി വെച്ചു. എന്നിട്ട് നമ്മൾ എന്താ എഴുതാൻ പോണത്, വോളിയോമെട്രിക് എഫിഷ്യൻസി എത്രയാണ്, 0.85 വിച്ച് ഈസ് ഈക്വൽ ടു ആക്ച്വൽ വോളിയം 45 അല്ലേ, ഡിവൈഡഡ് ബൈ π/4 d അറിയില്ല, ശരിയല്ലേ? D നമുക്കറിയില്ല, D കണ്ടുപിടിക്കണം. L നമുക്കറിയോ, എല്ലും അറിയില്ല. രണ്ടെണ്ണം അല്ല. അപ്പോൾ നമുക്ക് വേറെ പ്രോബ്ലത്തിൽ ആദ്യം തന്നെ ഒരു കാര്യം തന്നിട്ടുണ്ട്, D/L. D/L ആണ്, L/D ആണ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടായിരുന്നത്. L/D ഈസ് ഈക്വൽ ടു 1.5 നമുക്ക് പ്രോബ്ലത്തിൽ ഇവിടെ തന്നിട്ടുണ്ട്. എന്ത്, L/D ഈസ് ഈക്വൽ ടു 1.5. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ L ഈസ് ഈക്വൽ ടു 1.5 D. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, Lൻ്റെ അവിടെ 1.5 D എന്ന് കൊടുത്തു, ശരിയല്ലേ? π/4 d² L ഇൻറ്റു N ഇത്രയും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇനി ഇതിൽ നിന്ന് D കിട്ടില്ലേ. നമുക്ക് ഒന്നുകൂടി അതിന് എക്സ്പാൻഡ് ചെയ്താൽ 0.85 45 ഡിവൈഡ് ബൈ π/4 അത് നമുക്ക് d³ എന്ന് എഴുതാം, ഇൻറ്റു 1.5 ഇൻറ്റു 300 300. ഓക്കെ, അപ്പോൾ നമുക്ക് d³ ആണ് കിട്ടേണ്ടത്. ഓക്കെ,
45 ഇത് വന്നു. ഇവിടെ നമുക്ക് ഡി ക്യൂബ് വിച്ച് ഇസ് ഡി ക്യൂബ് ഈസ് ഈക്വൽ ടു 0.149 എന്ന് വന്നു. അതിനാണെന്നുണ്ടെങ്കിൽ ഡി സി എന്താ ക്യൂബിക് റൂട്ട് 0.149 ക്യൂബിക് റൂട്ട് 0.53 മീറ്റർ കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു എത്രയാണ്? എൽ ഈസ് ഈക്വൽ ടു 1.5 ഇൻറ്റു ഡി 0.795 മീറ്റർ. 0.795 മീറ്റർ. അപ്പോൾ അതാണ്. അതിന് വേണമെന്നുണ്ടെങ്കിൽ 530 mm, അതേപോലെ തന്നെ 795 mm അങ്ങനെയും എഴുതാം. അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരം വരുന്നത്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ എന്താണ് എല്ലാം നമ്മൾ ഇപ്പോൾ ആ ഒരു ഫ്ലോ വന്നില്ല, നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കുറച്ച് ഇക്വേഷൻസ് കുറേ കാര്യങ്ങളൊക്കെ വന്നു. നമുക്ക് 2-3 പ്രോബ്ലം കൂടി നോക്കാം ഇതിൽ തന്നെ.